ഞാൻ ചിത്രലേഖ, കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഞാൻ ഇന്ന് കർഷക പാർലമെന്റിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നാമത് നമ്മളിവിടെ വന്നപ്പോഴുള്ള നമ്മളെ അക്കോമഡേഷൻ നല്ല ഗംഭീരമായിരുന്നു. രാവിലത്തെ ഇതും ഫുഡും ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ കർഷക പാർലമെന്റിലോട്ട് എത്തിച്ചത്. അവിടെ എത്തി നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ഒരുവിധം എല്ലാവർക്കും ഷെയർ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 2023 മിനിസ്റ്റർ ആദ്യമായിട്ട് ഹിമാചൽ പ്രദേശ് സോളനിലേക്ക് നമ്മളെ ട്രെയിനിങ്ങിന് പറഞ്ഞിട്ട് 5 പേരായിരുന്നു. ആ 5 പേര് നമ്മളിവിടെ ഇവിടെ ഉണ്ട്. അപ്പം അതും ആ ഒരു എക്സ്പീരിയൻസും കൂടി നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നെ ഒരു പുതിയ പ്രൊഡക്റ്റ് മഷ്റൂമിൻ്റെ സോപ്പ് അത് മിനിസ്റ്റർക്ക് കൊടുത്തു. ഇതിൻ്റെ ഒരു പാറ്റന്റും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഇപ്പം ഇതൊന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ലേറ്റ് ആയിപ്പോയി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്നു. പിന്നെ ഞാൻ 17 വർഷത്തോളം കോൺകൃഷി ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡാണ്. നമ്മൾ രണ്ടുപേരും തന്നെ എനിക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ടുള്ളത് ഹസ്ബൻഡ് തന്നെയാണ്. ഇപ്പം 17 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എനിക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും ചെയ്തിരുന്നു വരുന്നത്. അപ്പോൾ ഞങ്ങൾക്കിപ്പം ഇത് നല്ലൊരു അനുഭവമായിരുന്നു. കർഷക പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതും ഫസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു അനുഭവമാണ്. അപ്പോൾ നമുക്കിപ്പോൾ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അത് കൃഷിക്കാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലായി. അത് ഇനിയും എല്ലാ വർഷവും തുടർന്നുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതല്ല, വരും സർക്കാർ എങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നല്ലൊരു കാര്യമാണ് കൃഷിക്കാർക്ക് വേണ്ടി. അത് വളരെ പറയാതിരിക്കാൻ വയ്യ. ഇതൊരു പാർലമെന്റ് നമ്മൾ TV-യിൽ ന്യൂസിലൊക്കെ കാണുന്ന, മീഡിയയിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ വേണ്ടി പറ്റി. ഏറ്റവും വലിയൊരു സന്തോഷം. ഈ ഒരു പരിപാടി ഇനിയും വർഷങ്ങളിലും ഇതേപോലെ ഉണ്ടാവണം. എൻ്റെ പേര് സീന ജോസ് എന്നാണ്. ഞാൻ ഇടുക്കിയിൽ നിന്നുമാണ് വരുന്നത്. ഇടുക്കി നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അതിലൊരാളായിട്ടാണ് ഞാൻ വന്നത്. പ്രമേയം അവതരിപ്പിക്കുവാനും കൃഷിമന്ത്രിയോട് നേരിട്ട് സംവദിക്കുവാനും ഒക്കെ ഒരു അവസരം കിട്ടി. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. കൂടുതൽ അറിവുകൾ കിട്ടുകയും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നല്ലൊരു കാഴ്ചപ്പാടും ഒക്കെ കിട്ടാനായിട്ട് നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലത്തിൽ നിന്ന് വരുന്നതാണ്. ഇതൊരു നല്ലൊരു അനുഭവമാണ്. ഞാനൊരു കൃഷിക്കാരിയാണെങ്കിലും നല്ലൊരു അനുഭവമാണ്. ഇങ്ങനത്തെ എല്ലാം പരിപാടി വെച്ചാൽ കർഷകർക്ക് നല്ലൊരു ഉപകാരം ഉണ്ടാവും. നല്ലൊരു പരിപാടി പറഞ്ഞാൽ കർഷകരെ വിഷമങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് കർഷകർക്ക് വേണ്ടുന്ന ഇതെല്ലാം ചെയ്തു കൊടുക്കാമെന്നാണ് ഇപ്പം മന്ത്രി ഇവരെ അടക്കമുള്ളവരെല്ലാം പറഞ്ഞിട്ടുള്ളത്. അത് കർഷകർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു അനുഭവമാണ്, അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സഹായമാണ് ഇപ്പം അവിടെ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു പരിപാടിയായിരുന്നു ഇത്. എല്ലാം നല്ല സന്തോഷം. ഞങ്ങൾ കാസർഗോഡ് ജില്ലയ്ക്കും നമ്മളെ ഉദുമ മണ്ഡലത്തിനും വേണ്ടി നന്ദി പറയുന്നു.